ജീവിതം സുരക്ഷിതമായെന്ന് ദൃഢമായി തന്നെ വിശ്വസിച്ച് സംഭവം 2 ഏക്കർ തെങ്ങും പറമ്പാണ്. നന്നായി സ്റ്റൈലായി ആക്കാൻ പറ്റിയ പഴയ വീടുമുണ്ട്. തേങ്ങ വിറ്റ് എല്ലാ ജീവിതാവശ്യങ്ങളും നേടാം. കുറെ മാവുകളും 2 വരിക പ്ലാവുകളും ഉണ്ട്. വീട്ടാവശ്യങ്ങൾക്കുള്ള വിറക് പറമ്പിൽ നിന്ന് കിട്ടും. പുരാണമായ ഒരു കിണറുണ്ട്. അതിലെ വെള്ളം സുലഭം. ആകെ കൂടി ജീവിതം പരമസുഖം. നീ അതിനെ കൊന്നോ? ഓ, വലിയ സാഹിത്യകാരൻ. സാഹിത്യത്തിന്റെ സിംഗമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൂടാരത്തിൽ നുഴഞ്ഞു കയറിയ ഭീകരനായ കൃഷിക ശിരോമണി. നീ എന്താണ് ഈ പറയുന്നത്? നമ്മളെക്കാൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അധികാരവും അവകാശവും ഉള്ളത് മറ്റു ചില ജീവികൾക്കാണ്. നീ അതിനെ കൊല്ലുമോ? നല്ല പുതുമ. ഇത് കയ്യിലിരിക്കട്ടെ. ഇന്ന് തന്നെ എടിവശമാക്കി വെച്ച് എല്ലാത്തിനും ഇവിടെയും ശല്യമായി തീർന്ന എല്ലാത്തിനും ഞാനിത് കൊല്ലും. ഈ കണ്ട ജീവികൾക്കൊക്കെ നീ കഞ്ഞിയും പയറും നൽകുമോ? അല്ലെങ്കിൽ അവ എന്ത് ഭക്ഷിക്കും? ഞാൻ പറയുന്നത് ചെയ്യും. അയ്യോ, ഹിംസ, കൊല. നീ എന്നെ കൊല്ലാനും ആളെ എത്തിയോ? നിങ്ങൾ എന്നെ വിളിച്ചിരുന്നോ? ഓ, നിങ്ങളായിരുന്നോ? നിങ്ങളെ കൊല്ലാനല്ല, മറ്റു ചിലരെ കൊല്ലാനാണ് വന്നത്. ആരാണത്? ഞാനിപ്പോ വരാം. ഇത് ഈ പരുവത്തിലാവാൻ കാരണം നിങ്ങളെ പോലെ തൂങ്ങി നിൽക്കുന്ന അവറ്റകളാണ്. ദിവസവും 30 കരിക്കുകൾ വെച്ച് മാസത്തിൽ എത്ര കരിക്കുകൾ? ഒരു 10,000. അത്രയും തേങ്ങയാണ് നശിക്കുന്നത്. നമുക്ക് ഭക്ഷണത്തിന് കാശ് പട്ടിണി കിടന്ന് ചാകും. ഒന്നെങ്കിലും മൊബൈലുകൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോ. തോക്ക് പാപത്തിന്റെ വഴികാട്ടിയാണ്. മനുഷ്യർ തോക്ക് കണ്ടുപിടിച്ചത് വലിയ തെറ്റായിപ്പോയി. വവ്വാലുകളെ മാപ്പ്. നിങ്ങളുടെ പാപക്കറയിൽ എനിക്ക് പങ്കില്ല. അയ്യോ, എന്റെ കോഴിയെല്ലാം സത്തേ. എന്റെ മക്കളെ. ഞങ്ങളുടെ പൂർവികരുടെ ആത്മാവാണ് ആ മാവലുകളിലുള്ളത്. അവയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും ഫലം. ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ. എലിവിഷം കഴിച്ചാൽ എങ്ങനെയാണ് കോഴികൾ ചാവുന്നത്? വവ്വാലുകൾ പൂർവികരുടെ ആത്മാക്കളോ? നല്ല ആശയം. വവ്വാലുകൾ പൂർവികരുടെ ആത്മാക്കളോ? നല്ല ആശയം. അല്ല, വവ്വാലുകൾ ദൈവം തമ്പുരാന്റെ പറക്കുന്ന സൃഷ്ടികളാണ്. എല്ലാ മൃഗങ്ങളും സ്വസ്ഥമായും സ്വതന്ത്രത്തോടും ജീവിക്കട്ടെ. എല്ലാ ജീവികളും ജീവിച്ച് ബാക്കിയുള്ള സ്ഥലം മതി എനിക്കും എന്റെ കുടുംബത്തിനും ജീവിക്കാൻ.